ഇന്നലെ സ്റ്റേ അടിച്ച സ്ഥലം കേട്ടോ ഈ ഒരു സ്കൂളിന് മുന്നിൽ. അതിൻ്റെ നേരെ ബാക്കിലേ 100 വീടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കാണാം. മുന്നേ കാണിച്ചാണെങ്കിൽ കൂടി നമുക്ക് വീണ്ടും ഒന്ന് പോയി കാണാം. നമുക്കുള്ളൊരു എൻട്രൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. ആ ഒരു ബോർഡാണ് കാണുന്നത്, അതിൻ്റെ അടുത്തായിട്ട് വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. നേരെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ ഒരു ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. നാട്ടിനെ കൊണ്ടുപോകണ വലിയ ട്രക്ക് കേട്ടോ, 3 നിലയാണ് വലിയ ട്രക്ക്. ഇങ്ങനെ ഒരു സ്തൂപം വരുന്നുണ്ട് കേട്ടോ. സൈഡിലേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഊരിലും കാണിക്കുന്ന പോലെ തന്നെ റോഡുണ്ട്, പിന്നെ വീടുകൾ ഇങ്ങനെ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഈ സൈഡിലേക്ക് നോക്കുമ്പോഴും അത് തന്നെയാണ് അവസ്ഥ, വീടുകൾ ഒരുപാടുണ്ട്. പിന്നെ നേരെ നോക്കുമ്പോൾ തന്നെ അടുപ്പിച്ചടുപ്പിച്ച് വീടുകളുണ്ട്. ഇതിലൊക്കെ നമ്പറുണ്ട് കേട്ടോ, 24ാമത്തെ വീട്, 25ാമത്തെ വീട്. ഇതൊക്കെ പിന്നീട് ഒരു മോഡിഫിക്കേഷൻ ചെയ്യണം കേട്ടോ. ഇത് ഈ ഫ്രണ്ടേജ് ഇറക്കിയത് ഇഷ്ടത്തേക്ക് തന്നെ ഓരോരുത്തർക്കും ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ടാങ്ക് ഉണ്ട് ഇവിടെ, അവിടെ ഒന്നുണ്ട്. ഇതിലിങ്ങനെ ടാങ്കുകൾ കാണുന്നുണ്ട് കേട്ടോ. ഏകദേശം ബാക്ക് ഭാഗം കേട്ടോ. ഈ ബാക്കിലും ഇതുപോലെ റോഡുണ്ട്. ഇങ്ങനെ ഓരോ ലൈനായിട്ടാട്ടോ വീടുകൾ, ഇങ്ങനെ ലൈനായിട്ടാണ് വീടുകൾ. എവ്വളോ വീട് ഇருக்கு ഊരിൽ? 100 വീടാ? കറക്റ്റ് 100ആ? കേരള. ഇങ്ങനൊരു വീടാണിട്ടുണ്ടാവുക. അത് 5ാമത്തെ വീടാണ്. ഇങ്ങനൊരു വീടായിട്ടുണ്ടാവുക. ഇതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ചെറിയ വീടാണെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ കേട്ടോ. പിന്നീട് ഇതുപോലെ വലുപ്പം കൂട്ടട്ടോ, നമുക്ക് അങ്ങോട്ടൊക്കെ കൂട്ടിയെടുക്കാം. ഷീറ്റും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ട് കൂട്ടിയിരിക്കണം. ഈ ഒരു ഏരിയയ്ക്ക് വരുമ്പോൾ ഇതുപോലെ നല്ല മരങ്ങളുണ്ട് കേട്ടോ. പുളിമരമാണ് മൊത്തം. അതിൻ്റെ അടുത്ത് തന്നെ വലിയ ടാങ്കുണ്ട്. ഈ ഒരു കാണുന്ന വീടുണ്ടല്ലോ, ഈ വീടാണ് ഉള്ളത് കേട്ടോ. എന്താ ഒരുപാടുണ്ട്. പിന്നെ നമുക്ക് കൂട്ടിയെടുക്കാം, അവിടെയൊക്കെ കൂട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു മനോഹരമായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ കേട്ടോ. സിമ്പിളാണെങ്കിലും ഇല്ലത് നല്ല വൃത്തിയും വെടുപ്പുണ്ട്. ഇതൊക്കെ കൂട്ടിയെടുത്തിട്ട് മനോഹരമായിട്ടുണ്ട് കേട്ടോ. മാലിക്ക് തൊട്ട് ഇവിടെ നിൽക്കണേ, നമ്മളെ ധർമ്മപുരി പോകേണ്ട റോട്ടിലാണ്. ഇവിടെ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. നമ്മളെ കാറ്റാടി യന്ത്രമല്ലേ, കാറ്റാടി യന്ത്രത്തിൻ്റെ ലീഫ് കൊണ്ടുപോകുന്നൊരു വണ്ടി കേട്ടോ. 3 വണ്ടികളുണ്ട് ഈ ലൈന് മൊത്തം. ഇതിൻ്റെ ഒരു ലെങ്ത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കേട്ടോ. കാറ്റാടി യന്ത്രത്തിൻ്റെ ഒരു ലീഫാണ് ഈ കാണുന്നത് കേട്ടോ, ഒരു ലീഫ്. ഇവിടെ ഇങ്ങനെ നമ്പർ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത്ര നീട്ടുണ്ട് കേട്ടോ. പുതിയ വണ്ടിയാണ്, പുതിയ ചേസാണ് കേട്ടോ ഇത് കൊണ്ടുപോകാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഓരോ ലീഫും കൊണ്ടുപോകാൻ ഓരോ എസ്കോട്ട് വണ്ടികളുണ്ട് കേട്ടോ. അതേമാതിരത്തെ അത്രയും വലുപ്പമുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് അടുത്ത വണ്ടിയാണ് നിൽക്കണത്. അതിൻ്റെ ബാക്കിൽ വേറൊരു വണ്ടി ഉണ്ട്. ഇതിൻ്റെ എസ്കോട്ട് വണ്ടിയാണ് കേട്ടോ. ഇത് കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ, നേരെ അടിയിൽ ഇതട്ടോ. ഇത്രയും നീട്ടുണ്ട് കേട്ടോ. ഇത് മറ്റേ ഫാൻ ഇതാണേ, കാറ്റാടി. ആ, എവ്വളോക്ക് മീറ്റർ ഇരിക്കുവണ്ണ? മീറ്ററാ? எந்த இடத்துல இருந்து வர்றது? எவ்வளோ வண்டி இருக்கு? நேற்றுக்கும் வண்டி போனது பார்த்தாச்சு. அப்படிங்களா? കമ്പനി ഗുജറാത്തിലെ? അപ്പോൾ ഗുജറാത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എസ്കോട്ടായിട്ടൊരു വണ്ടി ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഇതിൽ നോക്കുകയാണ് നിങ്ങൾ. ഞാൻ ഏകദേശം സെൻറ്റർ ഭാഗത്തായിട്ട് നിൽക്കണത്. കണ്ടാണ് ഗുജറാത്തിൽ നിന്ന് വരികയാണ്. ഇത് വന്നുകൊണ്ടേ ഇരിക്കുന്ന പറഞ്ഞത്. തൂത്തുക്കുടി ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. കുക്കിങ് കാര്യങ്ങളൊക്കെ ഇവർ ഉണ്ടാക്കിയിട്ടാട്ടോ പോകണത്. ഇതിൽ അവിടെ ഉണ്ടാക്കുന്നുണ്ട്, അതിന് വേണ്ടി നിർത്തിയാൽ തോന്നുന്നുണ്ട്. അങ്ങനെ ഇത് നോക്കിയപ്പോൾ ഇതിൻ്റെ നേരെ താഴത്ത് നോക്കണേ. ഇങ്ങനെ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം കേട്ടോ. കറക്റ്റ് ആ ഒരു കൂർപ്പുണ്ടല്ലോ, അതിന് നേരെ താഴത്തെ ഒരു ബൊലേറോ എപ്പോഴും കൂടെ വരും. ടയറുകൾ ഏകദേശം 22 ടയറും 2 സ്റ്റെപ്പിന് വരുന്നുണ്ട്. 24 ടയർ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ അതിൻ്റെ ആൾക്കാരാട്ടോ. गाँव किधर है तुम्हारा? राजस्थान. किधर से लेके जाएगा? तूतुकुड़ी. हाँ, ये कंपनी गुजरात से. हाँ ठीक है ठीक है. खाना गया? हाँ, खाना इधर से बनाया? ठीक है ठीक है. अच्छा जाएगा. അപ്പോൾ വരട്ടോ മൊത്തം. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴേ ഇതിൻ്റെ കൂർപ്പ് നോക്കിട്ടോ. ഇതിൻ്റെ കൂർപ്പ് നോക്കിട്ടോ. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഒരു പാലത്തിൻ്റെ ചോട്ട് നിൽക്കണ പോലെ. ആദ്യത്തെ വണ്ടീൻ്റെ അടുത്തെത്തിയിട്ട് നമ്മൾ അടുത്തെത്തിയപ്പോൾ ഇതേപോലെ തന്നെയാണ്. ഈ ഒരു ലീഫിൻ്റെ അറ്റുണ്ടല്ലോ,
ഈ അറ്റത്തിൽ നിന്ന് നേരെ താഴത്തായിട്ട് ഒരു വണ്ടി നിർത്തിയിടും. ഇങ്ങനെ കമ്പനി അടിച്ചിട്ടേ 3 വണ്ടിയൊക്കെ ഒരുമിച്ച് വരുന്നതാണ്. അപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് ഇങ്ങനെ കമ്പനിയിൽ പോവുകയും ചെയ്യാം, പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കാം. ഈ ഒരു ലീഫിൻ്റെ അടിയിൽ നിൽക്കുമ്പോഴേ ഒരു പാലത്തിൻ്റെ ഒക്കെ ചോട്ട് നിൽക്കണ മാതിരി കേട്ടോ, നല്ല ആ ഒരു ഫീലിംഗ് തന്നെ. അത്രയും വലിപ്പമുണ്ട്. നമ്മളിങ്ങനെ വിട്ടു നോക്കുമ്പോൾ ചെറിയൊരു സാധനം, ഒരു ഫാൻ്റെ ഒക്കെ നീട്ടേ തോന്നുള്ളൂ. പക്ഷെ എത്രയും അടുത്തുനിന്ന് കണ്ടപ്പോഴാണ് ഇതിൻ്റെ വലിപ്പം എത്ര ഉണ്ടെന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ നമ്മൾ 3 വണ്ടി കണ്ടിട്ടോ. 3 വണ്ടി ഇവിടെ നിന്ന് നിൽക്കുന്നുണ്ട്, അവിടെ ഒന്ന് നിൽക്കുന്നുണ്ട്, അതിൻ്റെ നേരെ ബാക്കിലൊന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ലെങ്ത്തായിട്ടുള്ള സാധനം കൊണ്ടുവരുന്ന വണ്ടി കേട്ടോ, ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ മാലിക്കിനവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാണ്, പച്ചക്കറി സാധനങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരുപാട് പൂക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, മത്തിന് കാര്യങ്ങൾ, പൂക്കൾ വരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഈ കടൻ്റെ ഒരു സ്ട്രെച്ചിങ് എടുക്കുന്നത്. ഈ ഒരു കടയിൽ നിന്ന് ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ടോ, ഏകദേശം 350 രൂപേൻ്റെ ബില്ല് വരുന്ന സാധനങ്ങൾ മേടിച്ച്. ഇങ്ങനെ വലിയൊരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ സാധനം മേടിച്ച് മേടിക്കാൻ പറഞ്ഞു. അപ്പോൾ പരിപ്പെടുക്കാൻ വേണ്ടി വന്നതാണ്. ആദ്യമായിട്ട് തമിഴ്നാട്ടിൽ ചെങ്കല്ല് കണ്ടു കേട്ടോ, വീട് കയറ്റാനാണ്. നല്ല ഫസ്റ്റ് ക്വാളിറ്റി കല്ലാണ് കേട്ടോ. ചിലപ്പോൾ തോന്നുന്നത് അങ്ങനെ കറക്റ്റ് ഡിസൈനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കല്ലാവും. വീട് ഈ കല്ലിൻ്റെ ഡിസൈനിനെ വെച്ചിട്ട് ഫസ്റ്റ് ക്വാളിറ്റി കല്ല്. ഞങ്ങളെ ധർമ്മപുരം പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഈ ഒരു ഗ്രാമം, അതായത് ഉള്ളിലെ ഗ്രാമം തന്നെയാണ്, പക്ഷെ ഒക്കെ വലിയ വലിയ വീടുകൾ കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന അതുപോലത്തെ വലിയ വലിയ വീടുകളാണ് ഈ ഒരു ഏരിയയിൽ. ആദ്യമായിട്ടോ ഇങ്ങനെ ഒരു ഏരിയ കാണുന്നത്. അതായത് ടൗണ് വിട്ടിട്ട് ഉള്ളേരിയയിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ക്ഷേത്രം വരുന്നുണ്ട്. അവിടെയൊക്കെ അതാട്ടോ പുതിയ വീടിൻ്റെ ഒക്കെ വർക്ക് നടക്കുന്നത്. അത്യാവശ്യം വലിയ വീടുകളാണ് കേട്ടോ. പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഇതുപോലത്തെ സ്ഥാപനങ്ങൾ, അതുപോലെ ഇങ്ങനത്തെ വെട്ടിച്ചെടി ഇതൊക്കെ അലങ്കോലാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു ഏരിയത്തെ കടയാണിത്. ഗ്രാമങ്ങളിലോട്ടുള്ള യാത്ര തന്നെയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു പശു ഇതൊക്കെ ഉള്ളൊരു വീടാണ് കേട്ടത്. ഇവിടെയൊക്കെ നമ്മളെ ആ ഒരു ഏരിയയിലൊക്കെ കാണുന്ന പോലത്തെ വലിയ വലിയ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം കേട്ടോ. കണ്ടു റോഡൊക്കെ അങ്ങനെ ഈ സൈഡിലൊക്കെ നോക്കുമ്പോഴേ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള വീട് പോലത്തെ വീടുകളൊക്കെ ഒരുപാട് ഏരിയയിൽ കണ്ടിട്ടാ. നമ്മൾ ചിറകു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഏലഗിരി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് കണ്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ 1996 കെട്ടിടം കണ്ടു. ഇങ്ങനെ കുറേ അമ്പുകളൊക്കെ കാണാറുണ്ട് കേട്ടോ. ഇതിലൊക്കെ നാരങ്ങകളൊക്കെ കുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയ കാള ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഒരു ഏരിയയാണ് തോന്നുന്നുണ്ട്. എന്നാൽ കന്നുകാലികളുടെ ഒരു ഏരിയയാണ് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരുപാട് കാളകളെ പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ കണ്ടിട്ടാണ്. ഇതിപ്പോൾ 3ാമത്തെ ആട്ടോ കാണുന്നത്, ഇത്രയും വലുത്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ളൊരു ഒരു റൂമാട്ടത്. പിന്നെ അവിടെ ഇങ്ങനെ ഒരു സ്വാമിയുടെ വേറൊരു രൂപം കാണുന്നുണ്ട്. അവിടെയൊക്കെ കാളകളാട്ടോ മേലുള്ളത്. മൊത്തം ഇതുപോലത്തെ ഒഴിഞ്ഞ നല്ല രസകരമായിട്ടുള്ള പറമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഏകദേശം നമ്മളെ നാടിനെ തന്നെ കണ്ടോ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ബിൽഡിങ്ങുകളൊക്കെ കണ്ടോ. ആ വീടൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഫീലിങ്സ് നമ്മളെ ഒരു രീതിക്ക് കൊണ്ട് വരും. പിന്നെ ഒക്കെ ഉഴുത് മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും ഉഴുത് മറിച്ചിട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇനിയൊക്കെ കൃഷി തുടങ്ങാനാവണേ ഉണ്ടാവുള്ളൂ, മഴ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാവാം. മോനുസേ ജെസ്സിയും കുട്ടി ഇതാണ് ഇരിക്കണേ. മോനുസ് എവിടെ? എടുത്താ ജെസ്സി അതാട്ടോ അവിടെ നിൽക്കണേ. മാലിക്ക് തൊട്ടവിടെ നിൽക്കണേ. ഇവിടുത്തെ സ്കൂൾ ബസ് ആട്ടത്. അങ്ങനെ നമ്മളുള്ളതേ സ്വർഗപ്പൻപുത്തൂർ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തുള്ളത്. മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ വീടുകൾ, കാര്യങ്ങൾ, പ്രകൃതി ഒക്കെ നമുക്കൊരു ഫീലിങ്സ് കിട്ടിയ ഒരു ഏരിയ കേട്ടോ. ഇങ്ങനെ കേട്ടോ ഈ ഒരു ഏരിയ വരുന്നത്. ഇവിടെ ഒരു അക്കഥ പശുവിനെ മേയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ വലിയ ലോഡ് വണ്ടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. വലിയ ലോഡ് വണ്ടി വരുന്നുണ്ട്. നമുക്ക് പേരെന്നാ? താവമണി. എന്ത് ഏരിയ പേര്? എസ് കെ പുതൂർ. സ്വർഗപ്പൻ
പുതൂർ. ആ ശരി ശരി. അപ്പോൾ SK പുതൂർ ഷോട്ട്. അപ്പോൾ ഏട്ടൻ്റെ ഒരു സ്ഥാപനം കേട്ടോ ഇത്. കായ വെക്കരുത് തന്നെ ഇരുമ്പെല്ലാം. ആ പ്രൊഡക്ഷൻ. ആ അപ്പോൾ ഇവിടെ കണ്ടൊരു കാഴ്ച കേട്ടോ ഇത് പളസ് മോഡലില്ലെങ്കിലോ? ആ ഇതേ പഴയൊരു മോഡൽ കേട്ടോ. ഇത് കണ്ടാണ് നേരമായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഏരിയ കേട്ടോ. ഇതിങ്ങനെ ഒരു ഏരിയ. ഇവിടെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു അമ്പൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇതിങ്ങനെ തിരിക്കട്ടോ. ഇതിങ്ങനെ തിരിക്കാൻ പറ്റുന്ന ലൈറ്റാണ്. തിരിച്ചു കഴിഞ്ഞാലേ അവിടെ ഇങ്ങനെ കണ്ടണി കയറി എന്നിട്ട് അവിടെ ഇങ്ങനെ തീ വരും കേട്ടോ. പഴയൊരു സംഭവമാണ്. പിന്നെ അവിടെ ഇങ്ങനെ കാറ്റ് കയറുമ്പോൾ അതിങ്ങനെ കുറേശ്ശെ കത്തും നമ്മൾ ചിരട്ടക്കണലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് കേട്ടോ മെത്തേഡ്. എനിക്ക് ഇഷ്ടപ്പെട്ട് കേട്ടോ. ഇത് നമ്മളെ റിമ്മില്ലേ, റിമ്മുകൾ ജോയിൻ്റ് അടിച്ചാണ് കേട്ടോ. റിമ്മുകൾ ഇങ്ങനെ ജോയിൻ്റ് അടിച്ചു കൊടുത്താണ്. ഒരുപാട് ഇവിടെ ജോയിൻറ്റിൻ്റെ ഒരു ഭാഗം കാണുന്നുണ്ട്. നമ്മളെ സൈക്കിളിൻ്റെ റിമ്മില്ലേ, റിമ്മ് ജോയിൻ്റ് ഇട്ട് കൊടുത്താണ് കേട്ടോ. മനസ്സ് അങ്ങനെ കളിക്കുന്നത് യാത്രയിൽ തന്നെ കേട്ടോ. ഈ ഒരു പമ്പിലാണുള്ളത്. മാലയ്ക്ക് തൊടെ നിൽക്കണേ. അപ്പോൾ കണ്ടൊരു കാഴ്ച കേട്ടോ. ഈ ഒരു ജീപ്പ് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ടുണ്ട്. അതായത് ബോർവെല്ലിൻ്റെ മെഷീൻ ഒന്നിച്ച് സെറ്റാക്കി കേട്ടോ. ഒരുപാടുണ്ട് ഏരിയയും കാര്യങ്ങളൊക്കെ. നോക്കാണേ ഇത്ര സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള നോക്കാനേ. ജീപ്പാണ് കേട്ടത്. തുറക്കണ്ട. ഈ ഒരു സൈഡിൽ വരുമ്പോഴേ അതേപോലെ തന്നെ ഏകദേശം ഇവിടെ ഇങ്ങനെ 2 കാല് നിലത്ത് കിടക്കാനായിട്ടുള്ളതുണ്ട്. അതേപോലെ ഫ്രണ്ടിലൊന്നുണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഫ്രണ്ടിൽ തട്ടൊന്ന് അതേപോലെ ടയറുമെന്ന് പൊന്തിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഇത്രയും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ വലിയ വീടുകളൊക്കെ ഉള്ള ഒരു ഊരിലൂടെയായിട്ട് നമ്മൾ പോകണത്. നമ്മൾ യാത്രയിൽ തന്നെ ഉണ്ടോ. ഈ ഒരു ടൗണിലാട്ടോ നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ കണ്ടൊരു പഴയ കാല ക്ഷേത്രം ഉണ്ട്. അത് ജസ്റ്റ് പരിചയപ്പെടുത്താമെന്ന് തോന്നി. അപ്പോൾ ഇങ്ങനെ പോകട്ടെ നമ്മളാണ്ട്. ഇത് ഈ കാണുന്ന 4 മൂലയിലുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ. അത്യാവശ്യം കൊത്തുപണികൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയായിട്ട് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. മൊത്തം ഉൾഭാഗമൊക്കെ മൊത്തം സ്വർണ്ണ കളർ അടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കൂളിംഗ് ഉള്ളൊരു ഏരിയ. ഈ സൈഡിലൊക്കെ കരിങ്കല്ലുകൾ ഉപയോഗിച്ച് തീർത്തിട്ടുണ്ട്. ഈ തൂണുകൾ കരിങ്കല്ലാണ്. ഇവിടെയൊക്കെ കാവ്യാണ് ഇട്ടിട്ടുള്ളത്. സെൻറ്ററിലൊക്കെ മേൽക്കൂരൻ്റെ സീലിങ് ചെയ്തിരിക്കണതേ നമ്മളെ മുളല്ലേ, മുളൻ്റെ അതേപോലത്തെ ചെറിയ മുളൻ്റെ ചെറിയ മുള ഉണ്ടല്ലോ, വീളായിട്ടുള്ള അത് വെച്ചിട്ടാണ് കേട്ടോ. ഇവിടെയൊക്കെ പിന്നെ കരിങ്കല്ലുകൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കേട്ടോ ഇതിൻ്റെ ഒരു രൂപം വരുന്നത് ഉൾഭാഗം. ഇതിൻ്റെ ചുറ്റുഭാഗം നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ വലിയ വലിയ ബിൽഡിങ്ങുകളാട്ടോ. പുതിയ ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയകാല നിർമ്മിതികളും ഉണ്ട് ഒരുപാട്. എന്നാലും പുതിയതൊക്കെ നമ്മളെ നാട്ടിനെ ഉണർത്തുന്ന രീതിയിലുള്ളൊരു സ്ട്രെച്ചിങ് ആയിട്ട് വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു ചായപ്പൊടിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ ഇരുന്ന് സൊറ പറഞ്ഞിരിക്കണ നോക്കാണ്. എന്താ ഊർ പേര്? സാംസിംഗപ്പെട്ടി. അപ്പോൾ ഇവർ പറഞ്ഞ സ്ഥലത്താട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ചായക്കടയൊക്കെ ഉണ്ട്. പിന്നെ വിറകടുപ്പ് മാതിരിയുള്ള കുറച്ച് 5 അടുപ്പ് കാണുന്നുണ്ട് കേട്ടോ. ആട് കയറരുത്. ബസ് നോക്കിട്ടോ, ബസ്. അതിലുള്ള ചെറിയ കളിക്കണ മാതിരത്തെ സാധനങ്ങളുണ്ടല്ലോ, അത് കിട്ടേണ്ട കുറുമ്പ്. കുറുമ്പ് ഈ ഒരു ഏരിയയിൽ കണ്ടാണ് ഇത്രയും ആൾക്കാർ ബസ്സിൽ വന്നിറങ്ങിട്ടോ. ഇതുപോലെയൊക്കെ നമ്മളെ നാട്ടിൽ ചെറിയ ചെറിയ സ്ഥലത്ത് നിർത്തുമ്പോൾ ഇറങ്ങലുണ്ടോ സംശയമാണ്.
ഒരുപാട് ആൾക്കാർ ഇറങ്ങി തിരക്കണതാ. പള്ളിക്ക് തൊട്ടവിടെ നിൽക്കണേ. നമ്മൾ ഈ ഒരു ഏരിയയിലാട്ടുള്ളത്. അവിടെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ട്. ഫുള്ള് പുളിമരം കേട്ടോ, ഒക്കെ പുളിമരം. ഈ ഒരു 3 കുഴി ജംഗ്ഷനും കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ കാണുന്ന ഒരു വില്ലേജിലാണ് ഉള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു കട ഉണ്ട് മനോഹരമായിട്ടുള്ള. പിന്നെ ഇവിടെ നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച ഉണ്ട്. അപ്പോൾ നിങ്ങളിവന് പരിചയപ്പെടുത്താൻ തോന്നി. നമുക്ക് പോയി കാണാം കേട്ടോ. ഇവിടെ അങ്ങനെ ഒരു സോമയുടെ എന്തൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഒരുപാട് കച്ചവടങ്ങൾ കാണാം കേട്ടോ നമുക്ക്. ഒക്കെ എന്ത് ഊര് പേരിനക്ക? ഊറ് പേര് ലക്ഷ്മി. ഉങ്ക പേര്? ആ, அது வந்து ஒரு 20 ரூபாய்க்கு. ரெண்டு பீஸ் எடுத்துருக்கு. அப்புறம் இது வந்து 20 ரூபாய்க்கு போடுங்க. 2 பீஸ் கம்மி பண்ணிக்கோங்க, 3 பீஸ் கம்மி பண்ணிக்கோங்க. അപ്പോൾ ഈ സാധനത്തിനൊക്കെ 10 രൂപക്ക് 4 വെച്ചിട്ടാണ് തരാം. ആ ആ ആ അപ്പോൾ 10 രൂപക്കും കൂടി ഇത് പോട്ടുക്കോங்க. 100 റൗണ്ട് പണിക്കോங்க. ആ 10 രൂപക്ക്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. 100 രൂപക്ക് മേടിച്ചിട്ടുണ്ട് നമ്മൾ. 10 രൂപക്ക് 4 പീസ് കേട്ടോ. അക്ക അവിടെ ചൂടോടുക്കനെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. 100 റുപ്യക്ക് ഒരു കവറ് നിറച്ചാണ് കടിയുള്ളത് കേട്ടോ. ചൂടോടുക്കനെ ഇങ്ങനെ ഉണ്ടാക്കാൻ അക്ക. ഈ അക്ക ഉണ്ടാക്കാണ്. ആ ഈ അക്ക ഇങ്ങനെ ചൂടോടുക്കനെ ഉണ്ടാക്കാം. എവിടെ നാളെ ചക്ക? 2-3 വർഷം ആச்சு. ആ എപ്പടി വ്യാപാരം എല്ലാം നല്ലപടി പോയതാ? ഇത് ഉങ്ക വീടാ ബാക്കിൽ? ആ അപ്പോൾ ഇവരെ വിറകടുപ്പിലാട്ടോ ചെയ്യണത്. മനോഹരമായിട്ടുള്ളൊരു വിറകടുപ്പ്. അപ്പോൾ ഇവർ പറയണത് ടൗണിലാണെങ്കിൽ ഓരോ വടയും 5 രൂപ വെച്ച് കിട്ടും. ഇവിടെ 4 പീസാണ് കേട്ടോ 10 രൂപക്ക് കിട്ടണത്. സംഭവം ശരിയാണ്. ഇവരിങ്ങനെ ഇടുന്നുണ്ട് എടുത്തിട്ട് മാവുന്ന. ഇതാ ഈ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് മധുരമാണ്, ഇത് വടയാണ്, അത് പരിപ്പ് വടയാണ് കേട്ടോ. ശരിയാക്കാ കളമ്പറ. ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴേ ഇവിടെ കടല തോല് കീസുന്നുണ്ട് കേട്ടോ. വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ട്. ഉരുക്കിരീങ്ങളാ? ആ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരും നല്ല വയസ്സായിട്ടുള്ള ആൾക്കാരാണ്. ഇവർ ഇരിക്കണ നോക്കാൻ കേട്ടോ. ആളെ ഭയങ്കര അതിശയിക്കണേ. തൊലിക്കണ നോക്കാനേ. ഇത് എതുക്കെ അക്ക? ഇത് എതുക്കെ? நம்ம சுற்றி பார்க்குறவங்க. ஆமாம் ஆமாம். கேரளா எதுக்கு கொண்டு போகிறேன்? ஏன்? ஆ ആ അപ്പോൾ ഒരു വെറൈറ്റി കാഴ്ച കേട്ടോ. ആ അപ്പോൾ ഇവരെ ഇത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാട്ടാ ഇതിങ്ങനെ എടുക്കണത്. ഇങ്ങനെ എടുത്തിട്ട് കൃഷി പണ്ടിருக்கு தானே? தோட்டத்தை போட்டிருக்கு தானே? ஆ ஆ சரி சரி. ஆமா മലയാളം. ആ ആ ടക്ക ഇങ്ങനെ കുത്തി എടുക്കണേ. ആ കുത്തിനാ ഉടച്ചുടച്ച് മലയാളം. யாரும் இல்லை, நான் இப்படியே ஃபோனில் பேசுகிறேன். അവിടെ തരക്ക ഇവിടെ തരക്ക. ശരി അക്ക കിളമ്പുറേ. വേണ്ട 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 കൊഞ്ചം ശരി ശരി. അപ്പോൾ അവർ കുറച്ച് നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ. ശരിയക്കാ. ധർമ്മപുരി ഭാഗത്താണുള്ളത്. ധർമ്മപുരിയിൽ നിന്ന് ഉള്ളിലെ ഏരിയകളാട്ടതൊക്കെ. ഇങ്ങനൊരു കുടിലൊക്കെ കാണാനുണ്ട്. ഇവിടെയൊക്കെ മെയിനായിട്ട് ഈ പശുവിൻ്റെ ഒക്കെ ഏരിയകളാട്ടോ കണ്ടത്. പിന്നെ എല്ലാ ഊരിലുള്ള പോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെയാണ് എല്ലായിടത്തുള്ളത്. കൃഷിസ്ഥലങ്ങളൊക്കെ കളച്ചിട്ടിട്ടുണ്ട് കേട്ടോ. മഴയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇനി വിളവ് കാര്യങ്ങളൊക്കെ കൊടുക്കാനായിരിക്കാം. ആ സൈഡിൽ തന്നെ കേട്ടോ അവസ്ഥ. ശവപ്പറമ്പാണ് കേട്ടോ. അപ്പോൾ ഒരു പുതിയ ആളെ കുഴിച്ചിട്ടതിൻ്റെ മേലെ കണ്ടാണ് എത്രങ്ങാനും പോവാണെന്നുള്ളത്. അതുപോലെ തന്നെ ഇവർ കുഴിച്ചിടാൻ കൊണ്ടുവരുമ്പോൾ ഇരുത്തിയിട്ടൊക്കെ കേട്ടോ കൊണ്ടുവരിക. ഡാൻസ് കാര്യങ്ങളൊക്കെ കളിച്ചിട്ട്
അങ്ങനെ കൊണ്ടുവരുമ്പോൾ ആ റോഡ് സൈഡിൽ റോട്ടിൽ മൊത്തം ഇതുപോലെ പൂക്കൾ വിതറിയിട്ടൊക്കെ ആയിട്ട് കൊണ്ടുവരിക. നമുക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. നോക്കാം, നമുക്ക് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ എടുക്കാം. കോഴി ഫാമുകളാട്ടോ കാണുന്നത്. കാരണം ഈ റോട്ടിൽ നിന്ന് ഇത്ര ഗ്യാപ്പിൽ തന്നെ കോഴി ഫാമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലും അടുത്ത് മെയിൻ റോഡിലൊക്കെ കണ്ടിരുന്നിട്ടാ. ഇനി കാണുമ്പോൾ കാണിച്ചു തരാം. നമ്മുടെ നാട്ടിലൊന്നും അത് അനുമതി തന്നെ കൊടുക്കണില്ല. എന്തൊരു പരിപാടി ചെയ്യുകയാണെങ്കിലും അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന പോലത്തെ സമീപനമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത്. പല മേഖല നോക്കുമ്പോൾ ഇതൊക്കെ കാണാൻ ഇവിടെയൊക്കെ ഗവൺമെൻറ് ചെയ്തോടി നിങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ ചെയ്തോടി എന്നുള്ള രീതിക്കാണ്. നേരത്തെ പറഞ്ഞ പോലെയൊക്കെ തന്നെ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള പോലത്തെ വീടുകളൊക്കെ ഇവിടെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. വലിയ വീടുകൾ. നിങ്ങൾക്കേ കുറച്ച് ശംഖുപുഷ്പം കിട്ടിയിട്ടാ ആ വെള്ളത്തിലിടണേ. കഴിഞ്ഞ് കാണുമ്പോൾ എടുക്കുന്ന ഉള്ളതേ നമ്മൾ ധർമ്മപുരി എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് കേട്ടോ. ധർമ്മപുരി എത്തണുള്ളൂ 10 കിലോമീറ്റർ ബാക്കിലായിട്ട്. അവിടെ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഇതുപോലത്തെ കല്ലുകൾ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഓരോ സാധനങ്ങളെ കൊത്തുപണി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാട്ടോ. നല്ല വലുപ്പമുണ്ട് കേട്ടോ. എൻ്റെ ഇത്രയും വലുപ്പമുണ്ട് കേട്ടത്. എൻ്റെ അത്രയും ഉണ്ട് കേട്ടത്. കണ്ടോ? പേര് നല്ലമള്ളി. ആ ധർമ്മപുരി. ആ ഓക്കെ ഓക്കെ. സേലം. ആ ഓക്കെ ഓക്കെ. ഈ സ്ഥലത്ത് ഒരു താലൂക്ക് ഓഫീസ് ഉണ്ട് കേട്ടോ. ആ കാണുന്നത് താലൂക്ക് ഓഫീസാണ്. അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഇങ്ങനെ ചന്ത വരുന്നുണ്ട് കേട്ടോ. ഇവിടെ വിസ്മയിച്ചൊരു കാഴ്ച ഉണ്ട്. അതായത് ഒരു ബസ് സ്റ്റോപ്പാണ് കേട്ടോ. ബസ് സ്റ്റോപ്പും ബസ് സ്റ്റാൻഡും കൂടി ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതായത് ഈ സെൻറ്റർ ഭാഗത്താണ്. ഈ സെൻറ്ററിലെ ആളുകൾക്ക് ഇരിക്കുക. 2 സൈഡിലും വണ്ടി വന്ന് പോകട്ടാ. അപ്പോൾ വെറൈറ്റി ഒരു കാഴ്ചയായി പോയി. ഇതുപോലത്തെ ബസ് സ്റ്റാൻഡുകൾ നമ്മളവിടെ ഇല്ല. കുഞ്ഞ ബസ് സ്റ്റാൻഡ് കേട്ടോ. ഒരു ബസ് സ്റ്റോപ്പ് എന്ന് വേണം പറയാം. ഒന്നും കൂടി നവീകരിച്ചിട്ടുള്ളൊരു സ്ഥലം. ഈ സെൻട്രലായിട്ട് ആളുകൾ ഇരിക്കുന്നുണ്ട്. ഇതിൽ കൂടിയും ബസ് വരാം, അതിൽ കൂടിയും ബസ് വരാം. പിന്നെ ആ റോഡിൻ്റെ നേരെ സൈഡിലായിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആൾക്കാർക്ക് ഒഴിഞ്ഞ് വന്നിരിക്കാം. ബസ്സുകാർക്കും സുഖമാണ്. റോഡ് കൂടി പോണ വണ്ടികൾക്കും സുഖമാണ്. മാലിക്കനോടെ ഇങ്ങനെ നിർത്തിക്കണം കേട്ടോ. ഇതൊന്ന് കട്ട് ചെയ്യണം ഈ പൈപ്പ്. ഇവിടെ ഇങ്ങനെ കമ്പി കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കടയിക്കട്ട പോണത്. ഇവിടെ രാവിലെ നമ്മൾ വന്നിരുന്നു. അപ്പോൾ കറണ്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു പോയി. ഇവിടുന്ന് കട്ട് ചെയ്യിപ്പിച്ച് പോകണം കേട്ടോ. മെയിൻ ടൗണിലാണുള്ളത്. ഇൻഡസ്ട്രിയിലാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ കട്ട് ചെയ്യണം. അണ്ണ എന്താ ഒരു പേര്? നല്ലമ്പള്ളി. அவங்க പേര് കൃഷ്ണൻ. മൂപ്പരോട് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ പോതും. അപ്പോൾ കട്ട് ചെയ്ത് തന്നിട്ടോ മൂപ്പര്. ഈ ഒരു കട്ട് ചെയ്തതിന് ഏട്ടന് എവിടെ എണ്ണ? 50 രൂപ. 50 രൂപ എന്നിട്ട് പറയണത് ഭയങ്കര കൊള്ളലായി. നമ്മളെ ചാമ്പി കേട്ടോ. ഒരേട്ടനും പേരും കൂടി നമ്മളെ ചാമ്പി 50 രൂപ ഇട്ട് മേടിച്ച്. ശരിയണ 50 രൂപ കൊഞ്ച് ജാസ്തി വെച്ച് മുതലേ സൊള്ള വേണ്ടിയതാണേ. ഞാൻ കേൾക്കാൻ വരുന്നത് വെച്ചാൽ അതാ. എൻ്റെ പൈപ്പൊക്കെ 100 രൂപതാ. പൈപ്പിന് 100 രൂപ ഉള്ളൂ. ഒരു കട്ട് ചെയ്യാൻ ഇയാളെ 50 രൂപ അടിച്ച്. ഇതാ ഇയാളട്ടോ ആളെ. ഞങ്ങളേ അവിടെ ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കിയെന്ന് കേട്ടോ. ഫുഡ് ഉണ്ടാക്കണ കണ്ടപ്പോൾ ഈ അക്ക എന്തോന്ന് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ ഇവിടെ മുരിങ്ങേൻ്റെ ഇല എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വേണ്ട പറഞ്ഞപ്പോൾ ഇത് ഇരിക്കുന്നത് കേട്ടോ. എൻ്റെ വീട്ടിലേക്കാണ് പറഞ്ഞിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പാവം. നമുക്ക് പേര് മങ്ങമ്മ. എന്തൂറ് പേര്? വണായിപ്പെട്ടി. ആ നല്ല ഇருக்கு. മുടി എന്നെ വെട്ടി വിട്ടാങ്ങളാ? അപ്പോൾ ഇവിടുത്തെ ഒരു ആചാരം കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഇങ്ങനെ മുടി കാര്യങ്ങളൊക്കെ മുട്ടടിക്കും. അപ്പോൾ ഒക്കെ നമ്മൾ അവിടുന്ന് കണ്ടപ്പോ ഇത് പുടുങ്ങി കൊണ്ട് വന്ന് കൊടുത്തതാനേ. നമ്മൾ സാപ്പിട്ടാച്ച്. ഇനി നാളേക്ക് തന്നെ കളുകീറോ അതുതാ. ശരി. ഇവിടെ വെച്ചിട്ടാട്ടോ കുക്ക് ചെയ്തപ്പോൾ കണ്ടപ്പോൾ മുരിങ്ങേൻ്റെ ഇല വേണോ വെച്ചിക്കാട് പോയത്. അപ്പോൾ എന്താ സംഭവം പറഞ്ഞത് മനസ്സിലായില്ല. അങ്ങനെ ഞാൻ അതിൻ്റെ കൂടെ പോയപ്പോൾ മുരിങ്ങേൻ്റെ ഇല ഇറക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട പറഞ്ഞപ്പോൾ വീട്ടിൽ എടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അറുത്തുകൊണ്ടുണ്ട്. ജസീത മോനസുത. നമ്മൾ ഇന്നലെ സ്റ്റേ അടിച്ച സ്ഥലമാണ് ഈ കാണുന്നത്. അവിടെ പോളിയോ എടുക്കണ ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ. അപ്പോൾ അവിടെ ഇപ്പോൾ ഇന്ന് മാസത്തിൽ ഒരിക്കലേ തുറക്കുള്ളൂ പറഞ്ഞ്. അപ്പോൾ ഇന്ന് തുറന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ തന്നെ നമ്മൾ പാചകം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നത്.
ഇവിടെ നമ്മൾ പാചകം ചെയ്ത ഈ ഒരു ബിൽഡിങ്ങിൽ. ഇങ്ങനത്തെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഒരുപാട് ഇങ്ങനെ കിടക്കണമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ച് പിന്നെ ഈ ഒരു ഭാഗത്ത് അവിടെ ഇങ്ങനെ തോരട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഉണങ്ങാത്ത നമ്മൾ തോരട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് ഇവിടെ തന്നെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യണം. പിന്നെ മുന്നിലായിട്ട് അവിടെ ഒരു സ്കൂളുണ്ട്, ഇതൊരു സ്കൂളാണ്, പിന്നെ അപ്പുറത്ത് വേറൊരു സ്കൂളുണ്ട്. അങ്ങനെയൊക്കെ കൂടി കേട്ടോ ഇവിടുത്തെ വിശേഷങ്ങൾ. അവിടെ ഇങ്ങനെ ഒരു സിസ്റ്റർ വന്നിട്ട് ഇരിക്കുന്നുണ്ട്. പോളിയോ വെക്കാനുള്ള കുട്ടികളൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ വന്ന് പോളിയോ എടുത്തുകൊണ്ട് പോകും. ഏകദേശം നമ്മളെ ധർമ്മപുര എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്താണ് കേട്ടോ. ഇവിടെയൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ വലിയ വലിയ വീടുകളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതുപോലെ ഉള്ളിൽ നിന്ന് കോണി വരുന്ന പോലത്തെ ഒക്കെ വീടുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അപ്ഡേഷന് നമ്മളവിടുത്തെ പോലെയൊക്കെ വീടുകളായിരിക്കാം ഭാവിയിൽ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടാവുക. അത് ഈ വീടുകളൊക്കെ അതിനൊരു ഉദാഹരണമാണ്. നമ്മൾ യാത്രയിൽ തന്നെ ഉണ്ടോ ഇവിടെ ഇങ്ങനെ വലിയൊരു ഹോസ്പിറ്റലൊക്കെ കാണുന്നുണ്ട്. ഒരു ഉൾപ്രദേശത്താണ് കേട്ടോ. ഇങ്ങനെ നമ്മളെ പക്ക വില്ലേജിലാട്ടോ, പക്ക വില്ലേജ്. ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ ഈ ഒരു രൂപത്തിലാണ് കേട്ടോ. ഓരോ ഏരിയക്ക് കടക്കുമ്പോഴും ഓരോ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. റോഡ് പിന്നെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഉള്ളിടത്ത് നല്ല റോഡാട്ടോ. വലിയ മോശമായിട്ടുള്ളതൊന്നും നമ്മളൊക്കെ അങ്ങനെ കണ്ടിട്ടില്ല. ചില ഏരിയകൾ മാത്രം, അതായത് ഈ മലകൾ കുന്നുകളൊക്കെ കയറുമ്പോഴുള്ള ഏരിയകൾ മാത്രമേ റോഡ് കുറച്ച് മോശം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ക്ഷേത്രമുണ്ട്, കുട്ടികളൊക്കെ ഈ ഏരിയയിലേ കൂടുതലും മാങ്ങ കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ടാ. മാങ്ങൻ്റെ തോട്ടങ്ങളാണ് കാണുന്നത്. ഒക്കെ എൻ്റെ വൃത്തി ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. ഒക്കെ മാന്തി ലെവലാക്കിയിട്ട് ഒതുക്കി പുല്ലും ചപ്പും ചവറൊക്കെ ഒഴിവാക്കിയിട്ടിട്ട് തോട്ടം കാണാൻ തന്നെ ഭയങ്കര ഒരു വൃത്തിയാണ് കേട്ടോ. പല തോട്ടങ്ങളൊക്കെ ഒക്കെ നോക്കിട്ടോ, കളർഫുള്ള് പല കളറുകളും ഉണ്ട്. പിന്നെ ഉള്ളിൽ നിന്നാട്ടോ കോണി. അപ്പോൾ ഇവിടെയൊക്കെ കൂടുതലും അങ്ങനെയൊക്കെ ആയി വരുന്നുണ്ട്. വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളായിട്ട് വരുന്നുണ്ട്. പിന്നെ ചെറുപ്പക്കാരൊക്കെ ഈ കൃഷി കാര്യങ്ങൾ ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി പോകുന്നുണ്ട്, കുറവാട്ടോ. അപ്പോൾ വരും തലമുറ ഇനി കൃഷിയും കാര്യങ്ങളൊക്കെ ഒഴിഞ്ഞു മാറി വേറെ എന്തെങ്കിലുമൊക്കെ രൂപത്തിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട് തമിഴ്നാട്. ഒക്കെ ഉൾഗ്രാമത്തിൽ കൂടെ കേട്ടോ. ഇതൊക്കെ ആസ്വദിക്കണമെങ്കിലേ ഇതുപോലെ ഇങ്ങനെ എങ്ങോട്ടിൽ നിന്നില്ലാത്ത യാത്രയാണ്. നമ്മൾ കറക്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ പ്ലാൻ ചെയ്ത് പോകുമ്പോൾ ഒന്നും നടക്കില്ല. ഇതുപോലെ തോന്നിയ റോട്ടിന് കയറുക, തോന്നിയ മാതിരി കാണുക, തോന്നിയ കാഴ്ചകൾ, തോന്നിയ ആളുകൾ, തോന്നിയിടത്ത് ഉറങ്ങുക, തോന്നിയിടത്ത് കിടക്കുക, തോന്നിയിടത്ത് കുക്ക് ചെയ്യുക. ഇതൊക്കെയാണ് കേട്ടോ വൈബ്. ഇപ്പോൾ ഏകദേശം ഒരു 4 മണി ആയിട്ടുള്ളൂ, 4:30 നല്ല വെയിലുണ്ട്. വെയിലിനിപ്പോൾ കുറവ് ഇങ്ങനെ വരുന്നുള്ളൂ കേട്ടോ. കുറച്ച് നേരം നല്ല വെയിലായിരുന്നു. ഞങ്ങൾ സൈഡാക്കിയിട്ട് ഉറങ്ങി. ഇങ്ങനെ കേട്ടോ ചെക്ക് പോസ്റ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നത്. വളഞ്ഞ് പൊളഞ്ഞ് പോകണം. ഇതെന്താണ് ഇങ്ങനെ കൊടുക്കണോണ്ടുള്ള ഉദ്ദേശം എന്നുള്ള മനസ്സിലാവണില്ല. സ്ലോ ആവാൻ വേണ്ടിയിട്ടാണ് വണ്ടി. നമ്മളിപ്പോൾ ഉള്ളതേ ധർമ്മപുര ഭാഗത്ത് അരിയാങ്കുളം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്താണ് കേട്ടോ. ഈ ഒരു ടൗണാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ആ ടൗണിൽ തന്നെ ഇട്ടുള്ളത്. മാലിക്കിനെ ഇങ്ങനെ ഇവിടെ നിർത്തിക്കണേ. ഇവിടെ ഇന്നലെയൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ച പോലെ ചെറിയ ചെറിയ ഐറ്റം കടികൾ ഉണ്ടാക്കി വെക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമുക്ക് അവിടെ പോവാം. മോനിസ് കുപ്പായിട്ടണുള്ളൂ, കുളി കഴിഞ്ഞിട്ട് പിന്നെ കുപ്പായിട്ടിട്ടില്ല, അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കേട്ടോ അങ്ങനത്തെ ഒരു കട വരുന്നത്. നമുക്ക് ജസ്റ്റ് അവിടെ പോയേക്കാം, അവിടെ എന്തെങ്കിലുമൊക്കെ ഉള്ളത്. ഇത് എവളൊക്കെ 5 രൂപ. അപ്പോൾ അതിന് 5 രൂപയാണ് കേട്ടോ. என்ன சொல்லுவாக்கா? நாங்க ஒப்புட்டுன்னு சொல்லுவோம். இதெல்லாம் வெளியில எல்லாம் கோழின்னு சொல்லுவாங்க. கோழியா? இந்த ஊர் பேரு கிருஷ்ணாபுரம். எங்க போற? ഇത് കമ്പയിലൂർ പോത് ഇപ്പടി സെമ്മനല്ലി വട്ടപ്പെട്ടി. ഇവരെപ്പോഴും വിറകടുപ്പിലാട്ട് ഉണ്ടാക്കണേ. ഇതുപോലത്തെ പഴയൊരു പോലെ ഇട്ടിട്ടുള്ളൊരു കട കേട്ടോ.
ഇവിടെ അക്കന്മാരുണ്ടാക്കണേ. இதான் ஒரு ഇവർക്ക് ഗൂഗിൾ പേ ഉണ്ട് കേട്ടോ. ഒരു ഐറ്റം സാധനം ഉണ്ടാക്കണം കേട്ടോ. ഇങ്ങനെ ആദ്യം മാവ് പിടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നീട് തന്നെ മൈദ മാവ് ഇങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെടുത്തിട്ട് ഇങ്ങനെ പരത്തും. അതിൻ്റെ മേലേക്ക് ഈ ഒരു ബോൾ വെക്കും. എന്നിട്ട് കോട്ടിങ് ചെയ്യും. കടലപ്പരിപ്പാ. അപ്പോൾ ഒക്കെ ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുത്തിട്ടാ. അങ്ങനെ വെച്ചതിൻ്റെ ശേഷം പിന്നെ പരത്താണ് കേട്ടോ. പരത്തിയതിൻ്റെ ശേഷം അതുപോലെ വെച്ചുകൊണ്ട് ചുട്ടെടുക്കുകയാണ്. നല്ല ടേസ്റ്റ് കേട്ടോ. എന്നാളെ നമ്മൾ അവിടുന്ന് കടയിൽ നിന്ന് 15 രൂപയായിട്ട് മേടിച്ചു ഒന്നിന്. ഇങ്ങനെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് മേടിക്കുമ്പോൾ 5 രൂപ വരുന്നുള്ളൂ കേട്ടോ. 5 രൂപ. നമ്മൾ ഈ കാണുന്ന ഒരു ടൗണിലാട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ കണ്ട കാഴ്ച നാടൻ കോഴിക്കൾ കേട്ടോ. നാടൻ കോഴി വെക്കുന്ന സ്ഥലത്ത് തന്നെ അത് പൊരിച്ചു കൊടുക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. ഇവിടെ ഷവായൻ്റെ മെഷീനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെ 2 ഐറ്റം പൊടികൾ കേട്ടോ. ഇതെന്ത് പൊടിയാ? ഇതെന്നെ പൗഡർ ആക്കാം. ഇതെന്നെ പൗഡർ. ഇത് വരക്കണ പൗഡർ ആട്ടാ. ഇത് രണ്ടും നമ്മളെ മുറ്റത്തൊക്കെ വരക്കൂലേ? എന്താ ഊര് പേരനാക്കാ? കൃഷ്ണാപുരം. ആ ബസ്സിൻ്റെ ഒക്കെ ഒരു രസം നോക്കിട്ടോ. ഇതൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് എടുത്തു പോയി. ഭയങ്കര ഭംഗിയാണ് എടുത്ത ബസ്സിനൊക്കെ. ചിലവർ പറഞ്ഞിട്ട് വൈറ്റാ രസം. വൈറ്റൊന്നും ഒന്നുമല്ല കേട്ടോ. ഈ ഒരു കടയിലാട്ടുള്ളത്. ഇവിടെ ഞാൻ മുന്നേ കാണിച്ച പോലത്തെ ആ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ജ്യൂസ്. ഇത് ബദാമാണ്. കടയിലാട്ടുള്ളത്. ഞാൻ മുന്നേ കാണിച്ചിരുന്നില്ലേ ബദാമും ഇങ്ങനെയൊക്കെ ഉള്ളത് ഇവിടെ ആയിട്ടുള്ളത്. ഇത് മിക്സഡ് കേട്ടോ. ഇത് ബദാം. അറിയോ? രസമുണ്ടല്ലേ? എല്ലാം എന്നെ റേറ്റൊക്കെ കൊടുക്കറേ? പെരുസല. അപ്പോൾ ഈ കാണുന്ന വായക്കൊക്കെ കല്യാണം എന്താമാതിരി നല്ല എവിടെ വീട്ടിലെല്ലാവർക്ക്? നീങ്ങളെ കട പാക്കരുത്? ഞാനോ? അപ്പോൾ ഈ അക്കൻ്റെ ഒരു പരിപാടി കേട്ടോ. പഴം കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴത്തിൻ്റെ ജ്യൂസിൻ്റെ പരിപാടി ഉണ്ട്. ഈ ഒരു ടൗണിലാണ് കേട്ടോ. ചെറിയൊരു പരിപാടി. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. നമുക്ക് പേരെന്നെ? സുധ. അത് പയ്യനാ? ആ എത്രനാത് പഠിക്കറ? ശരിയാക്കാം. അങ്ങനെ ഇതിൽ കൂടെ ഇങ്ങനെ വരികയാണ് കേട്ടോ. കൃഷ്ണഗിരി പോവാണ്. അപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഇതുപോലെ ഒരു കട. നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. 159 എന്നൊക്കെ കാണുന്നുണ്ട്. സാധനങ്ങളൊക്കെ പല റേറ്റാണ്. നമ്മൾ ഈ ഒരു സാധനം ആ ഒരു മിക്സറും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 50 രൂപ വെച്ചിട്ട് 2 പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. ആ ആ ആ ശരി. ഇപ്പോൾ ഇங்கே വീട് ഇത് വീട്. ആ ആ ഉങ്ക പേര്? சரவணன். எங்கே வேலை பண்ணி எவ்வளோ பண்ணிட்டுங்கண்ணே? ആ അപ്പോൾ ഇവിടെ മൊത്തം മധുരത്തിൻ്റെ ഒരു സെക്ഷനാട്ടോ. ഒരുപാട് ഐറ്റം ഉണ്ട്. ഒക്കെ അതിൻ്റെ അത് തിളക്കത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു അങ്ങാടിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. അപ്പോൾ ഇങ്ങനെ പോവണേ. ഒരു കടയിൽ നിന്ന് നമ്മളിത് മേടിച്ചിട്ട് മുട്ടയും ക്യാബേജും മേടിച്ചിട്ടോ. ഈ ഒരു ടൗണാണ് കേട്ടോ. അങ്ങനെ റോട്ടിൽ കണ്ടൊരു കാഴ്ച ഉണ്ട്. ഇത് നമ്മൾ കൃഷ്ണഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടിപൊളിയായിരുന്നു. ഇവിടുത്തെ ഒരു പരിപാടി ഉണ്ട് അമ്പലത്തിൻ്റെ. അതിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ചിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ ആഘോഷങ്ങൾക്ക് എവിടെയായാലും അതിർവരമ്പുകളില്ല എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് കൂടുതലാണ്. ഒരു ആഘോഷമായിട്ട് കിട്ടാൻ കാത്തിരിക്കുകയാണ് ഇവിടെയൊക്കെ.